ഈ കുട്ടി പോയെന്ന് പറയുന്ന പ്രദേശം വലിയ ആഴമില്ലാത്ത പ്രദേശമാണ്. അത് അവിടെ ചെളിക്കെട്ടായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ കുട്ടി പോയി കാരണം അതുപോലും നമുക്ക് ആളുകളെ കൊച്ചിനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംവിധാനത്തിന്റെ ഒരു കുറവായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോ ഈ ഫയർഫോഴ്സിന്റെ ആളുകൾ അവർക്കും ഈ പറയുന്ന പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കൊച്ചിനെ നോക്കുന്നത്. ഇപ്പൊ ഈ പരിസരം നമ്മുടെ മരടിൽ തന്നെ പല സ്ഥലത്തും ഇതുപോലെ ആളുകൾ വെള്ളത്തിൽ പോയിട്ട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സംവിധാനത്തിൽ കുറച്ചും കൂടി ആധുനിക രീതിയിലുള്ള ഏതെങ്കിലും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഉണ്ട് നമുക്ക്. അത് ഇവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം പോയ സ്ഥലത്താണെങ്കിലും ഈ പറയുന്നത് പോലെ അവർക്കിടെ സമയം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഈ ഇവര് പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ ആളുകളെ കിട്ടുന്നത്. ഇത് അതിനു മുമ്പ് കണ്ടെത്തി എടുക്കാൻ പറ്റിയ ഒരു സൗകര്യം നമ്മുടെ സംവിധാനത്തിൽ ഇല്ല ഇപ്പൊ. ശ്രീ ആന്റണി, ഓക്കെ, ഫയർഫോഴ്സിന്റെ ന്യൂനത നമുക്ക് അറിയാമെങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ പ്രദേശത്തേക്ക് ആ കുട്ടി കാൽ വഴുതി വീണു എന്നുള്ളത് ശരി, അവിടെ ചെളിയിൽ പൂണ്ടുപോകുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴുക്കുള്ള സ്ഥലം കൂടിയല്ലല്ലോ. അപ്പോൾ ആ അപകടം അതിലൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അത് നമുക്ക് ആധികാരികമായി പറയാൻ നമ്മൾ ആളല്ല അതിന്റെ അകത്ത്. കാരണം അവിടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉണ്ട്, അവരത് പിന്നീട് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന് ഇന്ന് നടക്കുന്ന പോലീസിന്റെ തെരച്ചില്, അതല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ തെരച്ചില്, നമുക്ക് അതിന് പറ്റിയ സജ്ജീകരണങ്ങൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവര് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ചുമ്പോൾ നടക്കിയതല്ലാതെ നമുക്ക് ആ കുട്ടി എവിടെയാണെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സൗകര്യം നമ്മുടെ സംവിധാനത്തിന്റെ കുറവാണത്. അത് ആ രീതിയിലാണ്. പക്ഷെ കൊച്ചി അവിടെ കാരണം അത്ര ആഴമില്ലാത്ത സ്ഥലത്ത് അത് എങ്ങനെ ഈ കുട്ടി വെള്ളത്തിൽ പോയി എന്നതിനെ കുറിച്ചും അവിടെ അന്വേഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ശ്രീ ആന്റണി പറമ്പിൽ, ആ പ്രദേശത്തെ പറ്റി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. അവിടുത്തെ ആ വെള്ളത്തിൽ ചെളിയൊക്കെ എങ്ങനെയാണ്? ഒരുപാട് ആഴത്തിൽ പുതഞ്ഞു പോകുന്ന തരത്തിലുള്ള ചെളിയുള്ള സ്ഥലമാണോ? അതോ നമുക്ക് ചവിട്ടിയാൽ പോലും മുട്ടോളമൊക്കെ പരമാവധി പോകുന്ന തരത്തിലാണോ അവിടുത്തെ ചെളിയുള്ളത്? ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഫയർഫോഴ്സും പോലീസും എല്ലാം ഇറങ്ങും. ഇവിടെ കാണുമ്പോൾ ഒരു അരക്ക് വെള്ളമുള്ള അത്രമാത്രം സ്ഥലമാണ് നമുക്ക് ഒരുപാട് ദൂരം കാണാൻ സാധിക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ കുട്ടി വെള്ളത്തിൽ പോയി എന്നതിനെ കുറിച്ച് അവിടെ ഈ പറയുന്ന പോലെ ഫയർഫോഴ്സ് തന്നെ അധികാരികമായി പറയാൻ സാധിക്കും. നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ നേരത്തെ താങ്കൾ പരാതി പറഞ്ഞല്ലോ ഫയർഫോഴ്സിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതിൽ. എത്തിയ ഫോഴ്സിന്റെ എണ്ണം കുറവാണോ? എത്ര പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്? അല്ല, ഫോഴ്സ് ഇപ്പൊ നമ്മുടെ തൃപ്പൂണിത്തലില് ആകെ കടവന്തരയില് ഈ പറയുന്ന ഫയർഫോഴ്സിന് പരിമിതമായിട്ടുള്ള ആളുകളെ ഉള്ളു. കാരണം അവിടെ തന്നെ നിലവിൽ എത്ര ഒഴിവാണ് കിടക്കുന്നതെന്നറിയോ ഫയർഫോഴ്സിൽ. അപ്പൊ ഇതൊന്നും കൃത്യമായി സർക്കാർ ഈ പറയുന്ന ആളുകളെ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അകത്ത് ആ ഒരു കുറവുണ്ട്. പക്ഷെ ആള് കുറവാണ് വെച്ച സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആളുകളെ കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് ആള് പുഴയിൽ ഇറങ്ങിയിട്ടും കാര്യമില്ല. പക്ഷെ അതിനുവേണ്ട സൗകര്യങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് ഈ കായലും വെള്ളവും ഒക്കെ ഉള്ളൊരു വലിയൊരു പ്രദേശമാണല്ലോ നിങ്ങളുടെ മരട് നഗരസഭ. ആ പ്രദേശത്തുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിൽ ഈ വെള്ളത്തിലുള്ള തെരച്ചിലിന് വേണ്ടത്ര സംവിധാനം ഏർപ്പെടുത്തേണ്ട സമയമൊക്കെ എപ്പോഴേ അതിക്രമിച്ചു. അത് ഇനിയും സാധ്യമായിട്ടില്ല എന്നാണോ? അത് തന്നെ പറയുന്ന. കാരണം ഇപ്പൊ ബഹുമാനപ്പെട്ട MLA നേവിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നേവിയുടെ ആ സഹായം തേടിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നേവിയുടെ സഹായം തേടിയാൽ അത് നമ്മൾ പറയുമ്പോൾ തന്നെ നേവി ഒന്നും വരില്ല. അത് തന്നെ സമയങ്ങളെടുക്കും, മണിക്കൂറുകളെടുക്കും, അല്ലെങ്കിൽ ദിവസങ്ങളെടുക്കും നേവിയുടെ എത്താൻ. അപ്പൊ ആ സംവിധാനത്തിന്റെ ഒരു കുറവ് നമുക്കൂടെ ഉണ്ട്. റൈറ്റ്. മരട് നഗരസഭാ ചെയർമാൻ ആന്റണി പറമ്പിലാണ് പ്രതികരിച്ചത്. അവിടെ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇനിയും അരയ്ക്ക് വെള്ളമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്രമാത്രം തെരച്ചിലും സാധിക്കാതെ പോകുന്നു? എങ്ങനെ ഫിദയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഫിദയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഫിദയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു. ഫയർഫോഴ്സും പോലീസും ഉണ്ട്, നാട്ടുകാരും അവിടെ വലയൊക്കെ ഇട്ട് ശ്രമം നടത്തുന്നു. പക്ഷേ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെയാണ് ഇത്തരത്തിൽ കാൽ വഴുതി ഫിദ ആ കായലിലേക്ക് വീണത്. ഈ വാർത്ത